എൻ്റെ പേര് വിവേക്, വയസ്സ് 20. ഇത് എൻ്റെ കഥയാണ്, എൻ്റെ മാത്രം. പക്ഷേ ഇത് നിങ്ങളുടെയൊക്കെയും. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കാവാൻ കാരണമുണ്ട്. ഞാനിപ്പോൾ അനാഥനാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായത്. ലോകത്തെവിടെയുമുള്ള മേൽവിലാസം. വിവേകേ, നീയല്ലേ പറഞ്ഞേ കഴിഞ്ഞ ആഴ്ചയിൽ നിനക്ക് ലോകത്ത് എവിടെയും മേൽവിലാസമായിരുന്നു. നിനക്ക് അതിനു വേണ്ടി ഞാൻ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് നീ ഇന്നേ വരെ ഫേസ്ബുക്കിലൊന്ന് കയറിയോ? നീ ഇങ്ങോട്ട് വന്നേ, നീ ഇത് നോക്ക്. നീ എടാ, ഈ പയ്യനുണ്ടല്ലോ, ഈ പയ്യൻ 5-ാം വയസ്സിൽ അവന്റെ അച്ഛനമ്മയും നഷ്ടപ്പെട്ടതാണ്. നിന്നെ പോലെ പൂരത്തിന് നഷ്ടപ്പെട്ടതല്ല കേട്ടാ. എന്നിട്ട് ഇവൻ വലുതായപ്പോ ഫേസ്ബുക്ക് വഴി ഇവന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടെത്തി. മനസ്സിലായേ? അതേപോലെ വല്ല കാര്യം നോക്കും. നീയല്ലേ പറയാ കമ്പ്യൂട്ടർ ചത്തതാണ്, അതിന് പേര് പ്രത്യേകിച്ച് പഠിക്കാൻ മാത്രം ഉപകാരമുള്ളൂ. ഇതേപോലെ ചില ഉപകാരങ്ങളുണ്ട് ഫേസ്ബുക്ക് കൊണ്ട്. ഒന്ന് ഫേസ്ബുക്ക് വഴി നിനക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. അത് ഉപയോഗിക്കാൻ നോക്കും. നീ ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്ക്. അപ്പറിയാ ലോകം എന്താണ്. അല്ലാതെ നിന്നെ പോലെ അനാഥനാണ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് സൈൻ ഇൻ ചെയ്ത് നോക്ക്. പിന്നെ നീ ലോഗ് ഔട്ട് ചെയ്യാനില്ല. അപ്പറിയാം ഫേസ്ബുക്കിലെ ആൾക്കാരുടെ സ്നേഹം എന്താണ്. നീ ഒന്ന് കയറി നോക്കടാ.
തുടങ്ങിയില്ലേ? ആൾക്കാരൊക്കെ ആയില്ലോ. എന്നിട്ട് വിവേക് ഇഷ്ടമൊക്കെ അറിയിച്ച അത് പിന്നെ എന്നിട്ട് നിന്നോട് പറഞ്ഞേ കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞിട്ടില്ലേ. ഫേസ്ബുക്കിൽ കാര്യങ്ങൾ ഫാസ്റ്റ് ആട്ടാ. നീ കാര്യങ്ങൾ വേഗം നോക്ക്. ഇങ്ങനെ ഇരുന്നാ പോരാ, നീ കാര്യം നോക്കടാ. നമുക്കൊരു ഫാമിലി ആവട്ടെ. അത് ശരി. പറഞ്ഞോ? നാളെ സമയട്ടെ. ഹലോ, എവിടേക്കാ? നമ്മളൊന്നും വേണ്ടേ? ഒക്കെ പോടാ. ആ സാരല്ല, പിന്നെ മതി. എടാ നിനക്ക് നോട്ടിഫിക്കേഷൻ പോയി നോക്ക്. നോട്ടിഫിക്കേഷൻ പോയി നോക്കടാ. നോട്ടിഫിക്കേഷൻ അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഒരു ഫേസ്ബുക്കിനും ഒരു മെയിൽ ഐ ഡിക്കും എന്നെ തിരിച്ചു തരാൻ കഴിയില്ല.